എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഡ്ഡലി തയ്യാറാക്കാൻ എടുക്കുന്ന ചേരുവകളുടെ അളവ് ഏകദേശമൊക്കെ കൃത്യമായിട്ട് ഒന്ന് അളന്നെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇതുപോലെ ഒരു ചെറിയ ബൗളിലാണ് അളവ് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ കുതിർത്തി വെക്കേണ്ടത് പച്ചരിയാണ്. ഇതുപോലുള്ള ഒരു 2 ബൗൾ പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയ്യാറെട്ട് പച്ചരിയാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന റേഷൻ പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഏത് പച്ചരി വേണമെങ്കിലും ഇഡ്ഡലിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇഡ്ഡലി അരി അല്ലെങ്കിൽ ഡൂപ്പി അരിയും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 2 കപ്പ് പച്ചരി കുതിർത്തി വെക്കണം. കുതിർത്തി വെക്കുന്നതിന് മുമ്പ് ഏതരിയാണെങ്കിലും 2-3 തവണ നന്നായി കൂടുതൽ വെള്ളത്തിൽ കഴുകിയെടുക്കണം. രണ്ടോ മൂന്നോ തവണ കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇത് 5 മണിക്കൂറെങ്കിലും കുതിർത്തി വയ്ക്കുക. അരി കുതിർത്തി വെക്കും തോറും ഇഡ്ഡലി നല്ല സോഫ്റ്റായി കിട്ടും. ഒരു കപ്പ് അരി എടുക്കുമ്പോൾ 1/4 കപ്പ് ഉഴുന്നാണ് എടുക്കേണ്ടത്. 2 ബൗൾ അരി എടുത്തതുകൊണ്ട് തന്നെ 1/2 കപ്പ് അല്ലെങ്കിൽ പകുതി ഭാഗം ഉഴുന്നാണ് എടുത്തത്. കുറച്ചൊന്ന് കൂടിപ്പോയാൽ കുഴപ്പമില്ല, കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തി വെക്കുന്നതാണ് നല്ലത്. ഒരുമിച്ച് കുതിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം രണ്ടിനും കുതിർത്ത് വരുന്ന സമയം വ്യത്യാസമാണ്. അപ്പോൾ ഉഴുന്ന് വളരെ പെട്ടെന്ന് കുതിർന്ന് വരുന്ന അരിയാണെങ്കിൽ കുറച്ച് ടൈം കൂടുതലെടുക്കും. ഉഴുന്നായാലും അരിയായാലും നന്നായി കഴുകിയതിന് ശേഷം മാത്രമാണ് കുതിർത്തി വെക്കേണ്ടത്. കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉഴുന്നും അരി വയ്ക്കുന്ന അത്ര സമയം തന്നെ കുതിർത്തി വയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനും അതുപോലെ ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് ദോശയും തയ്യാറാക്കാം. അങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല മുരിഞ്ഞ് വരാൻ ഈ ഉലുവ ഹെൽപ്പ് ചെയ്യും. 5 മണിക്കൂർ നല്ലതുപോലെ സോക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി അരച്ചെടുക്കാം. ഗ്രൈൻഡറിലോ മിക്സിയിലോ അരച്ചെടുക്കാവുന്നതാണ്. ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ചോറ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് വെന്ത ചോറാണ്. ഇതിന് പകരം വെള്ള അവലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ഒഴിക്കേണ്ട അളവ് മുഴുവനായിട്ട് ഇൻഗ്രീഡിയൻസ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഒട്ടും കൂടാൻ പാടില്ല. ആ ഒരു ലിമിറ്റിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി അരച്ചതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചു വെക്കുക. കാരണം ഈ ഒരു മാവ് പൊന്തി വരാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വെക്കുക. തണുപ്പുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ കുക്കറിനകത്തോ ഓവൻ്റെ അകത്തോ നമുക്കിത് സൂക്ഷിക്കാം. 8 മണിക്കൂറിന് ശേഷം ഇത് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അത് പുളിക്കാതിരിക്കാനാണ് ഉപ്പ് ചേർക്കാത്തത്. കുറച്ച് പുളിയൊക്കെ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപ്പ് നേരത്തെ ചേർത്ത് വയ്ക്കാം. ഇതേ മാവ് കൊണ്ട് തന്നെ ദോശയും തയ്യാറാക്കാം. ദോശ തയ്യാറാക്കാനുള്ള മാവിന് കുറച്ചുകൂടി ലൂസായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ദോശ തയ്യാറാക്കാനുള്ള മാവ് ആദ്യം തന്നെ എടുത്ത് മാറ്റുക. ഉപ്പ് ചേർക്കുന്നതിന് മുന്നേ തന്നെ അതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ മാവ് ഡയറക്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. നേരത്തെ ദോശയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള മാവിൽ കുറച്ചുകൂടി വെള്ളവും ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ദോശ ഉണ്ടാക്കുക. ഇങ്ങനെ പൊന്തിയിട്ടുള്ള മാവിൽ മാക്സിമം ഒരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കാൻ പാടില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മുരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടാൻ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പാകമായിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ച് തന്നെ ചെയ്തെടുക്കാം. ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി ഇഡ്ഡലി തട്ടിൽ ആദ്യം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഓയിൽ, വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് കുറച്ച് മാത്രം ഇറ്റിച്ചു കൊടുക്കുക. അതിന് ശേഷം അത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് ഇഡ്ഡലി അതിൽ നിന്ന് കറക്റ്റായിട്ടൊന്ന് വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി അതിൽ തന്നെ കുറച്ച് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്.
ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് അതിലേക്ക് മാവ് ഒഴിച്ച് ആവിയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റിൽ ഇഡ്ഡലി കറക്റ്റായിട്ട് വെന്ത് കിട്ടും. വെന്ത് വന്നിട്ടുള്ള ഇഡ്ഡലി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഈ തട്ടിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. ചൂടോടെ തന്നെ മാറ്റിയാൽ ആ തട്ടിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഇഡ്ഡലി ആ തട്ടിൽ നിന്ന് മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം വീട്ടിൽ. പലരും ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ പലപ്പോഴും നല്ല കട്ടിയായി വരാറുണ്ട്, അല്ലെങ്കിൽ ശരിയായി കിട്ടാറില്ല. അതിനുള്ള മെയിൻ കാരണം നമ്മൾ ആ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിലുള്ള അളവിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഏകദേശമൊക്കെ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇഡ്ഡലി ദോശമാവെല്ലാം ഫ്രിഡ്ജിൽ നല്ലതുപോലെ അടച്ചു വെച്ച് സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് നല്ലതുപോലെ പുളിച്ച് പോകാറുണ്ട്. അതുപോലെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലി ദോശമാവൊക്കെ ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ഒരു മാക്സിമം 3 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി എല്ലാവരും തയ്യാറാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്